ഞാനിതെൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഇറ്റ്സ് മീ ഡസ്നാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളൊരു 3 മാസത്തെ ഒരു നീണ്ട ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? ഇന്ന് ചെറിയൊരു ഷോപ്പിംഗ് ആട്ടോ, എനിക്കല്ല ചേട്ടായിക്കാണ്. കുറച്ച് ഷർട്ട് എടുക്കണം. പിന്നെ നമ്മളിവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ദോശ ഹട്ട്, അവിടെ പോകണം. അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികൾ. ഇതേ നമ്മളിതാ കില്ലറിനെ മാളിലേക്ക് വന്നേക്കാം കേട്ടോ. നമ്മൾ ഇവിടെ വന്നിട്ട് വണ്ടി അവിടെയും ഇവിടെ ഒന്നും പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഉള്ളിലേക്ക് കയറുമ്പം ഈ ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കണം. നമ്മൾ എത്ര അവർ ഇവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതിനാണ്. ഒരു 1 അവർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും 10 റാൻഡ് നമ്മളിവിടെ പേ ചെയ്യണം. അതിപ്പോഴല്ല, നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ കാണിക്കും നമ്മൾ എത്ര അവർ ഇവിടെ സ്പെൻഡ് ചെയ്തു എന്നുള്ളത്. അപ്പം എന്നിട്ട് ചെയ്താൽ മതി. അപ്പം ഈ കില്ലറിനെ മാളിൽ വരാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. നമ്മളിവിടെ ആദ്യമായിട്ട് വരുന്നത് ലിയോ മൂവി റിലീസായെന്ന് അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അന്ന് നമ്മളിവിടെ ഫുള്ള് ചുറ്റിക്കറങ്ങി. അങ്ങനെ എനിക്ക് നല്ല കളക്ഷൻസ് ഒന്നും ഇവിടെ തോന്നിയിട്ടില്ല. ചേട്ടായിക്ക് അപ്പോൾ ഇവിടെ തന്നെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിവിടെ വന്നതാണ്. സൗത്ത് ആഫ്രിക്കയിൽ വന്നിട്ട് ഞാൻ വർക്കിന് കയറി. എൻ്റെ ആദ്യത്തെ സാലറിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടായിക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ് ചെയ്യാമെന്ന്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കുന്നത് കേട്ടോ. നേരം കുറേ ആയി നടക്കുന്നത്. നമ്മൾ ഈ പുറത്ത് ഷോപ്പിൻ്റെ പുറത്തൊക്കെ ഡിസ്പ്ലേയിൽ വയ്ക്കുമല്ലോ ഡ്രസ്സ്. നമ്മളൊട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അങ്ങനെ നല്ല ഡ്രസ്സുകളൊന്നും കളക്ഷൻസ് ഒന്നും ഇവിടെ കണ്ടിട്ടില്ല. അങ്ങനെ ഈ പിക്ക് ആൻഡ് പേ നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉള്ള ഒരു ഷോപ്പാണ്. അങ്ങനെ ഇവിടെ കയറിയതാട്ടോ. നമുക്കിവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഷോപ്പുകളും ഈ വിൻ്റർ ഡ്രസ്സുകളാണ് കൂടുതലായിട്ടുള്ളത്. പ്രിൻറ്റഡ് ഷർട്ടാട്ടോ നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഇവിടെ വന്നിട്ട് പ്രിൻറ്റഡ് ഷർട്ടുകളൊന്നും കണ്ടിട്ടില്ല. നമ്മളിതിൻ്റെ മുന്നേ ഒരു ക്ലിയർ വാട്ടർ എന്ന മാളിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ. ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് പ്രിൻറ്റഡ് ഷർട്ടിൻ്റെ കളക്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ പോകാനാണ് പറഞ്ഞത്, ബട്ട് ആൾക്ക് ഇവിടെ തന്നെ വരണം. അപ്പോൾ ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. അതുപോലെ തന്നെ വിൻ്ററിന് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഒരുപാട് ഷൂ ഉണ്ട് കേട്ടോ. അടിപൊളി ഷൂ ആണ്. നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്. ഈ കുഞ്ഞു മക്കളുടെ ഒക്കെ ഷൂ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയൂ. നല്ല രസം, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഷൂ ആണ്. അപ്പം നമ്മുടെ ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഷൂവിൻ്റെ ആയാലും വിൻ്റർ ക്ലോത്ത്സ് ആയാലും ഒത്തിരി അത് തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ളതൊക്കെ. ഇനി അടുത്ത അങ്കംവെട്ടിൽ മിസ്റ്റർ പ്രൈസിലാണ്. പിക്ക് ആൻഡ് പേയിൽ നമുക്കൊന്നും കണ്ണിന് പിടിച്ചതുണ്ടായിരുന്നില്ല. ഒക്കെ നമ്മളുടെ ജാക്കറ്റ് ടൈപ്പ് അധികം ടീഷർട്ടുകളാണ്. ഷർട്ട് കുറവായിരുന്നു അവിടെ കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ അധികം നമ്മൾ പ്രിൻറ്റഡ് ഷർട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം നമ്മളത് തിരഞ്ഞുള്ള നടത്താണ്. ദെൻ നമ്മൾ മിസ്റ്റർ പ്രൈസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച കളക്ഷനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ ഷർട്ടാണല്ലോ നോക്കുന്നത് പ്രിൻറ്റഡ്, അതൊന്നും അവിടെ കിട്ടിയില്ല. അങ്ങനെ ട്രൂവത്തിലാണ് അടുത്തേ നമ്മൾ കയറിയത്. ഇവിടുത്തെ കളക്ഷനൊന്നും എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ വിൻ്റർ ആയതുകൊണ്ട് അധികം വിൻ്റർ ക്ലോത്ത് തന്നെ ആയിരിക്കും അധികം ഉള്ളത്. ലേഡീസ് കളക്ഷനാണ് ഇവിടെ അധികം ഉള്ളത് തോന്നുന്നത്. എന്തായാലും എനിക്കൊന്ന് നോക്കാമെന്ന് കരുതി 4 ഭാഗത്ത് കൂടും പോയി. കാണുന്നത് ഫുള്ള് ലേഡീസിൻ്റെ ഷർട്ടാട്ടോ. പിന്നെ മിറർ കണ്ടാൽ പിന്നെ നമ്മൾ ഒരു ഫോട്ടോ എടുക്കാണ്ട് ഇങ്ങനെ പോകുന്നത്. ദെൻ ഫൈനലി നമ്മൾ അവിടെ നിന്നും ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച കളക്ഷൻസ് ഒന്നും അവിടെ കിട്ടിയില്ല. നമ്മൾ പ്രിൻറ്റഡ് ഷർട്ടാണ് വേണ്ടത്, അതിൻ്റെ കളക്ഷൻ ഇല്ല. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ടീഷർട്ടിൻ്റെ നല്ല കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. എങ്ങനെ ആയാലും ചേട്ടായി ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ല, ഈ മാളിലേക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് വരില്ല. നമ്മൾ ഇവിടെ തിയേറ്റർ ഒരുപാടുണ്ട്. മൂവീസ് റിലീസാകുമ്പോൾ അത് കാണാൻ വരാൻ ഇവിടെയാണ് നമ്മൾക്ക് കുറച്ചും കൂടെ അടുത്ത്. അപ്പം താഴെ ഫുള്ള് ഫുഡ് സെക്ഷനാണ് കേട്ടോ. തിയേറ്ററും ഫുഡ് സെക്ഷനുമാണ് ഈ ഒരു താഴെ ഭാഗത്തുള്ളത് മുഴുവനും. നമ്മൾ കാറ് പാർക്ക് ചെയ്ത സമയത്ത് ഒരു സ്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പേയ്മെൻറ്റ് ഇവിടെയാണ് ചെയ്യേണ്ടത്. നമ്മൾ 1 അവറിലും കുറവായിരുന്നു അവിടെ നിന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് വന്നില്ല. ഇനി അടുത്തത് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കാൻ പോകണം. ദോശ ഹട്ടെത്തി. ഇവിടുന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ നല്ല പേടിയാട്ടോ. കാരണം ചുറ്റിലും കള്ളന്മാരാണ്. ഫോണും കൊണ്ടൊരൊറ്റ ഓട്ടമായിരിക്കും. നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്താൽ കൂടെ നമുക്ക് ഈ ഫോൺ തിരിച്ച് കിട്ടില്ല. അത് പോയാൽ പോയത് തന്നെയാണ്.
അങ്ങനെ നമുക്ക് ഇതാ മെനു കാർഡ് കിട്ടി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒറ്റയടിക്ക് പൊറാട്ട. നമുക്ക് പൊറാട്ടയാണ് വേണ്ടത്. നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന സാധനമായിരുന്നു പൊറാട്ടയും ബീഫും. നാട്ടിലായിരിക്കുന്ന സമയത്തും പോലും നമ്മൾ എപ്പോഴും കഴിക്കുന്ന സാധനം അല്ല കേട്ടോ ഇത്. എന്നാൽ കൂടെ നമുക്കിവിടെ അത് കിട്ടൂലല്ലോ എന്നറിയുമ്പോൾ വല്ലാത്തൊരു കൊതിയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പൊറാട്ടയും ബീഫുമാണ് ഓർഡർ ചെയ്ത്. പറയാതിരിക്കാൻ വയ്യ, അടിപൊളി തന്നെയായിരുന്നു, നല്ല ടേസ്റ്റി ഫുഡ് തന്നെയായിരുന്നു. നമ്മൾ ദോശ ഭാഗം അവിടെ ഒരു ഗുജറാത്തി സ്ട്രീറ്റ് തന്നെയാണ് കേട്ടോ. അധികം ഇന്ത്യൻസ് ഉള്ള ഭാഗമാണ്, ഗുജറാത്തീസാണ് അധികം ഉള്ളത്. ആ ഒരു സ്ട്രീറ്റിൽ നമുക്ക് ഒത്തിരി സാധനം മേടിക്കുകയാണ്. നമ്മൾ ഒരുപാട് സാധനം അവിടെ നിന്ന് മേടിച്ചു. നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്തൊന്നും തേങ്ങ കിട്ടത്തില്ല. അപ്പം അവിടുന്ന് നമ്മൾ തേങ്ങ മേടിച്ചു. അങ്ങനെ ഒത്തിരി കുറേ വെജിറ്റബിൾസ് മേടിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടുന്ന് മേടിച്ചിട്ടുണ്ട്. നമുക്കതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല, കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കള്ളന്മാരെ ശല്യമുള്ളൊരു ഏരിയ ആണ്. അതുകൊണ്ട് ഫോണെന്നല്ല ഏത് സാധനം അടിച്ചുകൊണ്ട് പോകുക അവർ. അതുകൊണ്ട് പേടിയായിരുന്നു. പിന്നെ അതാ നമ്മളടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്, ക്ലിയർ വാട്ടർ മാള്. ഞാൻ ഇവിടെ ആയിരുന്നു ചേട്ടാനോട് ആദ്യമേ വരാൻ പറഞ്ഞിരുന്ന സ്ഥലം. പിന്നെ ആൾ വാശി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയെന്നേ ഉള്ളൂ. ഇത് കണ്ടോ, എന്ത് നീണ്ടു നിവർന്ന പാർക്കിംഗ് ഏരിയ ആണ്. പിന്നെ അത് ഈ ടോയ്ലറ്റ് പറയാതിരിക്കാൻ പറ്റില്ല, ഹലോ ഗോർജസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ നടന്നു പോയിട്ടിരിക്കുമ്പോൾ എന്നെ അട്രാക്റ്റ് ചെയ്തൊരു സാധനമാണ് ഈ ഒരു ടോയ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അങ്ങനെ ഒത്തിരി ടോയ്സ് ഉണ്ട് കേട്ടോ അവിടെ. ഇതേ കാണുന്ന പേനയായാലും, പിന്നെ ഇതാ ജീൻസിൻ്റെ ഒരു തരം ബാഗ്, ജീൻസ് ടൈപ്പ് ബാഗാണ്. അതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ കുറേ ടെഡി ബിയേഴ്സ് ഉണ്ട്, നല്ല അടിപൊളി ടോയ്സ്. ഈ കാണുന്ന റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല വൈബ് സ്പോട്ടാണ്. ലൈറ്റ് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ നമ്മളിതേ കുറച്ച് ഷർട്ടൊക്കെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതിൻ്റെ മുന്നേ ഈ ഷോപ്പിൽ വന്നപ്പം ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പ്രിൻ്റഡ് ഷർട്ടിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. അന്ന് പിന്നെ നമ്മൾ മേടിക്കാമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് നമ്മളിന്ന് മേടിക്കാനായിട്ട് വന്നതുകൊണ്ട് തന്നെ കളക്ഷൻ നല്ല കുറഞ്ഞു. വിചാരിച്ച ഒരു ടൈപ്പും ഉണ്ടായിരുന്നില്ല. എന്നാൽ കൂടെ നമ്മൾ ഇവിടെ നിന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചു. ഇതേ വീണ്ടും മിറർ. ഒരു മിറർ കണ്ടാൽ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ അത് മസ്റ്റാണ്. അങ്ങനെ ഇതാ 2 ഷർട്ട് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ വീണ്ടും തിരയാൻ പോയിട്ടുണ്ട് കേട്ടോ. ഇതായി കിടക്കുന്നു. ചില ഷർട്ടുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും ക്ലോത്തൊന്നും ഒരു സുഖമില്ല കേട്ടോ. സുഖമില്ല മീൻസ് അതൊരു നല്ല കട്ടി ടൈപ്പുള്ള ഒരു ഷർട്ടായിരുന്നു. ആൾക്ക് ഈ ഷർട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ക്ലോത്ത് ഭയങ്കര കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതാ ഡ്രസ്സിങ് റൂമിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കണ്ടേ. ഇത് ആളെന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. എവിടെയെങ്കിലും ആ ക്യാമറ ഒന്ന് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ ഞാൻ ഈ റൂമൊക്കെ ഒന്ന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഓണാക്കിയാണ്.
ഈ ഷർട്ട് നല്ല ഭംഗിയായിരുന്നു, പക്ഷേ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു കളറൊന്നും ആ ഷർട്ടിനില്ല. ഒരു ഒരു സുഖമില്ലാത്തൊരു കളർ, മീൻസ് ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ നല്ല അടിപൊളിയായിരിക്കും, ഇട്ട് കഴിയുമ്പം നമ്മളെന്തോ കളറൊക്കെ പോയ പോലെ ആ ഷർട്ടിന്. ഈ ഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ടായിരുന്നു. പക്ഷേ ചേട്ടായി പറഞ്ഞ് ഈ ബീച്ച് സൈഡിലൊക്കെ ഇട്ട് പോകാൻ പറ്റും, ഇതൊക്കെ ഇട്ട് ആളെ വർക്ക് ചെയ്യുന്നിടത്തേക്ക് പോയി കഴിഞ്ഞാൽ, പിന്നെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഇതിൻ്റെ ഈ ഷർട്ട് ഇട്ടാലും കാണുന്നില്ല, അതിൻ്റെ മുകളിൽ നമ്മൾ ജാക്കറ്റ് ഇടുമല്ലോ. പിന്നെ ഈ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്, ചേട്ടായിക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇതിലൊന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മൾ ദോശാട്ടിൻ്റെ അവിടെയുള്ള ഗുജറാത്തി സ്ട്രീറ്റിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു പാൻറ്റ് വാങ്ങിയായിരുന്നു കേട്ടോ ചേട്ടായിക്ക്. അതുപോലെ തന്നെ അവിടെ നിന്ന് ഒരു ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ബ്ലാക്ക് പാൻറ്റിന് മാച്ച് ആയിട്ടുള്ളൊരു ഷർട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ദേ അവിടെ നിന്ന് ചേട്ടായി എന്നെ നോക്കിക്കൊണ്ടിരിക്കുക, പേ ചെയ്യാനുണ്ട് വാ വാ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിതാ പേയ്മെൻ്റൊക്കെ കഴിഞ്ഞു. ദയാളനോട് ചോദിക്കുമായിരുന്നു വീഡിയോ എടുക്കുന്നത് മാത്രമാണോ, ഇതൊന്നും വേണ്ടതെന്ന് ചോദിക്കുമായിരുന്നു. ഇവിടെ ആഫ്രിക്കൻസിന് അധികവും മുടി കുറവായിരിക്കും, അതുകൊണ്ട് അധികം അവർ ഇതുപോലത്തെ ഈ ക്യാപ്പുകളായി ഇട്ടായിരിക്കും നടക്കുന്നത്. ഇത് നല്ല ഭംഗിയില്ലേ കോട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല അത് പിടിക്കുമ്പം തന്നെ ഭയങ്കര ഭയങ്കര സോഫ്റ്റ്. ബാഗിൻ്റെ ഒരു നീണ്ട കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ. ചേട്ടായി ഇങ്ങനെ ബാഗ് എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ. ആളിങ്ങനെ പറയുന്നുണ്ട്, ആൾക്ക് ഞാൻ ഇത്രയൊക്കെ മേടിച്ച് കൊടുത്തതല്ലേ, അതുകൊണ്ട് നീ എന്തെങ്കിലും ഒന്ന് എടുക്കണം, നീ ഒരു ബാഗ് എടുത്തോ എന്ന് പറഞ്ഞ്. എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല, പെട്ടെന്ന് കാണുമ്പം രസം തോന്നുമ്പോൾ എടുക്കുക എന്നല്ലാണ്ട് എനിക്ക് അങ്ങനെ താല്പര്യമൊന്നും തോന്നിയില്ല. ഇപ്പം അത്യാവശ്യം ആവശ്യത്തിലേറെ ബാഗുകളുണ്ട്, അതുകൊണ്ട് എടുക്കാതിരുന്ന. പിന്നെ ഇതിൻ്റെയൊക്കെ റേറ്റ് പിന്നീടാട്ടോ ഞാൻ നോക്കുന്നത്. ഇതൊക്കെ 10,000 എബോവ് വരുന്നുണ്ട്. ഞാൻ എന്ത് വന്നാലും നമ്മൾ ഇന്ത്യൻ മണിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും, അതാണ് എൻ്റെ പ്രശ്നം. അധികം ഭയങ്കര എക്സ്പെൻസീവായ ബാഗാണ്, 30,000, എന്തായാലും ഒരു 20,000 എബോവ് ഒക്കെ വരുന്ന അധികം കളക്ഷൻസ് ആട്ടോ അവിടെ ഉള്ളത്. ഇതിൻ്റെ അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ്, ഇവിടെ ഡ്രസ് കളക്ഷൻസും ആണുള്ളത്. ഈ ഷോപ്പിൽ തന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി കളക്ഷൻസ് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു ഷർട്ടും പാൻറ്റും മാത്രമായിരുന്നില്ല ചേട്ടായിക്ക് വിചാരിച്ചിരുന്നത്, എനിക്ക് ഇനിയും മേടിച്ച് കൊടുക്കണമെന്നുണ്ട്. പക്ഷേ അവിടെ നമുക്ക് അത്രേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ഭയങ്കര അട്രാക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കടകളിൽ കയറി ഇറങ്ങുകയാണ്, ഒരു രസം. ഇവിടെ കയറിയത് പറഞ്ഞാൽ ഡിസ്പ്ലേയിൽ നല്ല അടിപൊളി കളക്ഷൻസ് കണ്ടു, അതുകൊണ്ട് കയറിയാണ്. ഈ ടോപ്പ് നല്ല ഭംഗിയല്ലേ, പക്ഷേ ഇതൊന്നും മേടിച്ചാൽ ഞാൻ ഇടത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും മേടിക്കാതിരുന്നത്. നല്ല കളറായിരുന്നു കേട്ടോ, നല്ല സ്കൈ ബ്ലൂ കളറായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ കളറ്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ നല്ല യൂസ് ചെയ്യാനും നല്ലതായിരിക്കും. നമ്മളിവിടെ സൗത്ത് ആഫ്രിക്കയിൽ വന്നാൽ ഏത് മാൾ കയറിയാലും ജെറ്റിൽ നമ്മൾ കയറാതെ പോകാറില്ല. ഒരുപാട് കളക്ഷൻസ് ഉള്ളൊരു ഇതാണ് ജെറ്റ്, നല്ല 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 കളക്ഷൻസ് ഉണ്ടാവും ഇവിടെ.
ദെൻ ഗായ്സ് നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം അവസാനിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാട്ടോ. സമയം 5 മണിയായി. നേരം പോയതേ അറിഞ്ഞില്ല. പിന്നെ ഇതാ ഇവിടുത്തെ ട്രാഫിക്കുകളിൽ അധികം ഇതുപോലെ ആളുകളുണ്ടാകും കേട്ടോ. ചിലർ നല്ലവരായിരിക്കാം, ചിലർ പറ്റിക്കുന്നവരായിരിക്കാം. വണ്ടീൻ്റെ ഗ്ലാസ് അങ്ങ് താഴ്ത്തുമ്പോഴേക്കും വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു പോകുന്നവരായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ദേ കാണുന്ന ഫ്രണ്ട് ലൈൻ ഹൈപ്പർ മാർക്കറ്റ്, ഇവിടെയാണ് ചേട്ടായി വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ മാനേജറാണ് ആൾ. ഒരു 12 വർഷമായിട്ട് ആൾ സൗത്ത് ആഫ്രിക്കയിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.